ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമല്ല, ഇന്ന് ഞാനും ലീനും ഒറ്റയ്ക്ക് ഒരു മോളിലേക്ക് പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യലുണ്ട് വിചാരിച്ചിട്ട് പുറത്ത് പോയി അങ്ങനെ ഒരുമിച്ചുണ്ടാവലില്ല. ഒന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒന്നെങ്കിൽ ബാബി ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇക്കാനെ കൂട്ടിയിട്ടാണ് പോലെ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു റിസ്ക് ഏറ്റെടുക്കാൻ വിചാരിച്ചു. ഞാനും ലീനും ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പൊതുവേ അവൾ ആദ്യമൊക്കെ കുറച്ച് ശാന്തയേനു. ഇപ്പം കുറച്ച് ശാന്തയെന്ന് വിടുന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിനു. ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, അവളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണമല്ലോ എന്ന്. അവൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, മമ്മ ഒറ്റക്കാണ്, അതുകൊണ്ട് മോള് നല്ല കുട്ടിയായിട്ട് നിൽക്കണം, അതിനൊക്കെ ഓൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. അത് നമ്മൾ ഇറങ്ങിയ പാടെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ നിന്നിട്ടാണ് ഇറങ്ങുക. സ്വാഭാവികമായിട്ടും കുറച്ച് ബ്ലോക്കിൽ നിൽക്കണമല്ലോ. അങ്ങനെ ഈ മാളിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള മാൾ. അതാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. കാരണം ഇക്കാനെ എനിക്ക് എപ്പോൾ വിളിച്ചാലും പെട്ടെന്ന് ഇക്കാക്ക് വരാൻ കഴിയും. അങ്ങനെ അവളായിട്ട് പോയി. ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ ഉണ്ടായിരുന്നത് പാർക്കാണ്. ഇതിൽ കുറച്ച് അധികം ഏരിയാസ് എന്തോ നടക്കാനൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇവൾ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരെ എൻട്രൻസിൽ കാണുന്ന പാർക്കിൽ തന്നെ കയറി. ഈ ഒരു പാർക്കിലും ഇവിടെ ആണെങ്കിൽ ഒന്നും വർക്കിങ്ങും അല്ലേനു. ഉള്ളതൊക്കെ എന്താണ് ഓഫാക്കിയിട്ടിട്ടാണ്. പിന്നെ ഇവൾക്ക് വർക്ക് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ മാള് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള മാള്, കാലിയായിട്ട് ആരുമില്ല. അതുകൊണ്ട് പിന്നെ എല്ലാ ഐറ്റംസിലും ഓള് മാറി മാറി കയറി. പിന്നെ ഇത് വർക്ക് ചെയ്യിപ്പിച്ചാൽ അവൾ നിൽക്കില്ല. പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ചധികം നേരം ഞാൻ അവിടെ നിന്നോട്ടെ വിചാരിച്ചു. പിന്നെ ഇന്ന് ഇവൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ. അങ്ങനെ എല്ലാ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് അവളിങ്ങനെ മാറി മാറി കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെടുത്തിട്ട് ഇവിടെ ബാക്കി എന്തെല്ലാം നോക്കാൻ പോയി. കാരണം ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ അവൾ പിന്നെ കുറച്ച് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ക്യാൻഡി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനൊരു ഷോപ്പിൽ കയറി. അവിടെ ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ പല ബ്രാൻഡിൻ്റെയും ഡ്രസ്സുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് നടത്തി പോന്ന്. കാരണം ഇന്ന് ഞാൻ മെയിനായിട്ട് ഇന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് കാര്യമായിട്ട് ഒന്നും ഷോപ്പ് ചെയ്ത് നമ്മൾ കണ്ടുവരണം. അങ്ങനെ പിന്നെ ഞാൻ ലീനുവിൻ്റെ സെക്ഷനിൽ പോയി. അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ, അവളെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. അങ്ങനെ അവളെടുത്ത് ഞാൻ പറഞ്ഞു, ലീനുവിന് ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തോന്ന്. അവൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് തോന്നുന്നു അവൾ കാര്യമായിട്ടൊന്നും നോക്കി എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറച്ചധികം നേരം നടന്നതിൻ്റെ ശേഷം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും നേരെ സംഭവം മോളിൽ ഒറ്റയ്ക്ക് വരണം, ചില്ല് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കണമെങ്കിലും ക്ഷമയുടെ നെല്ലിപ്പല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഈ സെക്ഷനിൽ തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് 2-3 ഷോപ്പിൽ പോയി എന്നല്ലാണ്ട് കാര്യമായിട്ട് എവിടെയും ഒന്ന് നടക്കാൻ പോലും അവൾ അയക്കുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു കുന്ത് ഓപ്പണും അല്ല. എനിക്കറിയില്ല. പിന്നെ കയ്യിലൊരു ക്യാൻഡി വാങ്ങിച്ചു കൊടുത്തോണ്ട് ആ ഷോപ്പിലൊക്കെ ഒന്ന് കയറാൻ സമ്മതിച്ച്. ഇനി അടുത്ത് എന്തെങ്കിലും ഷോപ്പിട്ട് കൊണ്ടുപോകണം. ഒന്ന് നടക്കാൻ പോയിട്ട് എൻ്റെ മോൾ ഒന്നിനും വരുന്നില്ല. ഡ്രസ്സിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ലീനു ഫുൾ കരച്ചിലേനു ഒരു ബലൂണിന് വേണ്ടിയിട്ട്. ആ ബലൂൺ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാത്ത റീസൺ, ഒരു പ്രാവശ്യം അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവളത് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഇവളെ എടുക്കും വേണം, ബലൂൺ കയറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവളെ വാശിയിൽ ഞാൻ വീണു. അവൾക്ക് ആ ബലൂൺ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റും കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അവളത് അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ അതും ഞാൻ എൻ്റെ ബാഗിൽ കൊളുത്തി അവളെ എടുത്തിട്ടേനു നടന്നിട്ടുണ്ടായിന്. ഈ മോളിൽ മെയിനായിട്ട് ഗോൾഡിൻ്റെ ഷോപ്പാണ് ഉണ്ടായിന്. ഇവിടെ എനിക്ക് കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയില്ല. വീണ്ടും ഞങ്ങൾ ലീനുവിൻ്റെ ഗെയിം സെക്ഷനിലേക്ക് തന്നെ പോയി. അവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തൊട്ട ഓപ്പോസിറ്റ് തന്നെ ഒരു കൗണ്ടറിൽ നിന്ന് ജ്യൂസും പിന്നെ ഫ്രൈസൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിൽ പോപ്കോണൊക്കെ എനിക്ക് ചൂണ്ടിയിട്ട് കാണിച്ചു തരാം, ഇതൊക്കെ ഇവിടെ ഉണ്ട്, എനിക്ക് വേണമെന്ന്. പിന്നെ ഞാൻ പോപ്കോൺ ഞാൻ വാങ്ങിച്ചു കൊടുക്കലില്ല, എനിക്ക് പേടിയാണ് തൊണ്ടയിൽ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവക്ക് ഫ്രൈസൊക്കെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ നേരെ മാക്സും റെഡ് ടാഗും ഓപ്പോസിറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് കരുതി. കാരണം അവിടെ പിന്നെയും നടക്കുമ്പോൾ രസമാണ്. എനിക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. ഇത് കുറച്ചധികം നേരം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ ആകെ ദേഷ്യം പിടിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മാക്സിലേക്ക് ഫസ്റ്റ് കയറാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ തൊട്ടടുത്ത് തന്നെ റെഡ് ടാഗ് ഉണ്ടായപ്പോൾ നേരെ ഫസ്റ്റ് അവിടെ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റെഡ് ടാഗ് കയറി. റെഡ് ടാഗൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അവിടെ കയറിയപ്പം അവിടെ ഒരു ഡോളിന് വേണ്ടിയിട്ട് വാശി പിടിക്കണ്ടായിരുന്നു.
അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് മാക്സിൽ കയറി. മാക്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഒരു ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കല്ല ലീനുവിന് വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മാക്സ് കയറാമെന്ന് വിചാരിച്ചത്. അപ്പം അവിടെ കയറി ഞാൻ ഏതായാലും വന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊന്ന് കറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ട്രോളിയൊക്കെ എടുത്തിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ലീനുവിന് വേണ്ടി നോക്കി വെച്ച ചെരുപ്പ് ഇതായിരുന്നു. പിന്നെ ഇത് ഞാൻ എടുത്തില്ല, അവൾക്ക് ഇപ്പോൾ വേണ്ടാന്നുള്ള കരുതിയിട്ട് പിന്നെ ഞങ്ങളത് എടുക്കാം. ഞങ്ങളെ പർച്ചേസൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, ഒന്നും വാങ്ങിച്ചില്ല. 2 കടയിലും ചാറന്തിയിലും മാക്സിലും കയറിയിട്ട് ഇറങ്ങി. ഈ ബലൂണാണ് എൻ്റെ ഐഡിയ. എവിടെ പോയാൽ ഈ ബലൂണിനെ കാണും. അതുകൊണ്ട് ഇവിടെ എവിടേക്ക് ഓടിയാൽ എന്നെ വേഗം കണ്ടുപിടിക്കുന്ന ഈ ബലൂൺ ഉണ്ടായിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് തവണ അറിയാനെ പോകണം. കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ എക്കാനെയും വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അടിപൊളിയാക്കണം എന്നൊക്കെ ഉദ്ദേശിച്ച് പോകണമെങ്കിലും ഒന്നാമത് ആ മോളിലൊന്നുമില്ല. പിന്നെ കുട്ടീനായിട്ട് ഒറ്റയ്ക്ക് ഞാൻ വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒന്നുമല്ലേ ഇക്കെങ്കിലും കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോയപ്പോഴും പ്രത്യേകിച്ച് ഇവിടെ വാശിയൊക്കെ കൂടിയപ്പോൾ മനസ്സിലായി ഞാൻ അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. നല്ല സങ്കടമുണ്ട്. പക്ഷെ ഉള്ള സമയം നല്ല രസമുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റക്കും അതിൻ്റെ ഇടയിലൊക്കെ മാത്രമേ ഞാനൊരു ഷോപ്പിലൊക്കെ വെറുതെ കയറി ഇറങ്ങി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും നടന്നില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാൻ എനിക്ക് ബൈ.